ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി PSCയുടെ മറ്റൊരു ജിയോഗ്രഫി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം ദിവസങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലെ കൺസേൺസും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഡിലേ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാം. ആ ഒരു കൺസേൺസിന് ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ അവസാനത്തേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനോടൊപ്പം ടോപ്പിക് കവറേജ് കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ടോപ്പിക് കവറേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസും മോഡലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും പരമാവധി അറ്റൻഡ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റിവെക്കരുത് കേട്ടോ. പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയുന്നൊരു വളരെ വലിയൊരു ടോപ്പിക്കിൻ്റെ ഒരു തുടക്കം. അതിൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏജൻറ്റുകളിൽ റണ്ണിങ് വാട്ടർ എന്ന് പറയുന്ന ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത് ലാൻഡ് ഫോംസിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ്. ഭാഗം 2 ഇതിൽ മറ്റു ചില ഏജൻറ്റുകൾ നടത്തുന്ന ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായാലും റണ്ണിങ് വാട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ഇറോഷനും അതുപോലെ ഡെപ്പോസിഷണലും ആയിട്ടുള്ള ലാൻഡ് ഫോംസിനെ നമ്മൾ കണ്ടു മാറിയതാണ്. അത് നിങ്ങൾ മറന്നു പോരുത്. ആരൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മറ്റൊരു രൂപത്തിലേക്കാണെങ്കിൽ മറ്റൊരു ഏജൻറ്റിലേക്കാണ്. തൊട്ട് മുൻപ് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളെ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ചോദ്യങ്ങളെ കൂടി കണ്ട് നമ്മൾ നേരെ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കും. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. 1. സിർക്യൂ, ഹോൺ ആൻഡ് യു ഷേപ്ഡ് വാലീസ് ആർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഗ്ലേഷ്യേഴ്സിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് ഇവയൊക്കെ എന്നാണ് കിടക്കുന്നത്. 2. സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ് ആൻഡ് പില്ലേഴ്സ് ആർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്ന് കണ്ടെത്താനാണ് ചോദ്യം. ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മനസ്സിലാവും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ആർ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ ദി ഇറോഷണൽ ആക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷണൽ ആക്ഷൻ കാരണം രൂപീകൃതമായിരിക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പോലെ, ഡൊലൈൻ, ഹൺസ്, ഡ്രേപ്സ് എക്സെട്ര. അപ്പോൾ ഇതിലേതൊക്കെയാണ് അത്തരത്തിൽ രൂപീകൃതമായിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇറോഷണൽ ലാൻഡ് ഫോം ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന രീതിയിലുള്ളൊരു ചോദ്യം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദിസ് റെഫേഴ്സ് ടു ദി ലാർജ് ഫ്ലാറ്റ് പ്ലെയിൻ പോർഷൻ ഓഫ് എ കാസ്റ്റ് ലാൻഡ്സ്കേപ്പ്. അത് കാസ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ആരുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ തന്നെയാണ്. ഡോളിൻ എന്ന് പറഞ്ഞാൽ ലാർജ് സിങ്ക് ഹോളാണ്. ഡ്രേപ്സും കർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ന്യൂമറസ് നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഡ്രിപ്പ് സ്റ്റോൺസ് തന്നെയാണ് കർട്ടൻസ് അല്ലെങ്കിൽ ഡ്രേപ്സ് എന്ന രീതിയിലൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്നും അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു കൺസേണും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കാണും നിങ്ങൾ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി ആര് എന്നാണ് ചോദ്യം. സിങ്ക് ഹോളുകൾ രൂപീകരണമാകുന്നതിന് കാരണമാകുന്നവൻ ഒഴുകുന്ന വെള്ളമാണോ, ഭൂഗർഭജലമാണോ, ഹിമാനികളാണോ, തിരമാലകളാണോ എന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. അതും ഈ ഒരു പഠിക്കാൻ പോകുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്നുള്ളതാണ്. അപരതന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നദികൾ, ഗിരികന്ധരം, ഹിമാനികൾ, വെള്ളച്ചാട്ടം, കാറ്റ്, സിങ്ക് ഹോളുകൾ, ഭൂഗർഭജലം, ബർക്കൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട്? അപ്പോൾ ഒരൊറ്റ എണ്ണം മാത്രമേ ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതാരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നമുക്കിത് കണ്ടപ്പോൾ തന്നെ കിട്ടിക്കാണും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഉത്തരമാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ലാൻഡ് ഫോംസ് പാർട്ട് 1 കണ്ട കുട്ടികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ഇതിനുത്തരം നിങ്ങൾക്ക് എന്തായാലും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ A ആണ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പതുക്കെ കാലെടുത്ത് വെക്കാം. ലാൻഡ് ഫോംസ് മെയ്ഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല, വേറൊരാൾ കൂടി ഉണ്ടാകും. ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നോക്കാമല്ലോ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഭൂഗർഭജലം. ഗ്രൗണ്ട് വാട്ടറും ഒരു താരതമ്യേന പ്രകടമായിട്ടുള്ളൊരു ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഏജൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂരൂപങ്ങൾ രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവനുമാണ് ഗ്രൗണ്ട് വാട്ടർ.
പ്രധാനമായും ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ട ഭൂരൂപങ്ങളൊക്കെയും ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെയായിട്ടായിരിക്കും കാണപ്പെടുക എങ്കിൽ ചിലതൊക്കെ ഉപരിതലത്തിലും കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഭൂരൂപങ്ങൾ ഭൂമിയുടെ അടിയിൽ മാത്രമാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് കാലക്രമേണയുള്ള മറ്റ് ഇറോഷൻ്റെയൊക്കെ ഫലമായിട്ട് ഭൂമിയുടെ തൊട്ട് താഴെ ഉണ്ടാകുന്ന ഇറോഷണൽ അല്ലെങ്കിൽ ഡെപ്പോസിഷണൽ പ്രതിഭാസങ്ങൾ കുറേ കാലത്തിന് ശേഷം അത് ഭൂമിയുടെ സർഫസിലേക്ക് എന്ത് ചെയ്ത് വരും, എന്താ പറയുക, തെളിഞ്ഞ് കയറി വരുന്നത് കാണാൻ പറ്റും. അത്തരത്തിലാവുമ്പോൾ നമ്മൾ ഭൂമിയുടെ സർഫസിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂമിയുടെ സർഫസിലും ഗ്രൗണ്ടിൻ്റെ അടിയിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ലാൻഡ് ഫോംസ്. റെയിൻ വാട്ടർ അബ്സോർബിങ് കാർബൺ ആൻഡ് ഫോൾസ് എസ് കാർബോണിക് ആസിഡ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ദി ആസിഡ് റെയിൻ. ശരിയല്ലേ? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മഴവെള്ളം സംയോജിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടായി അത് താഴെ മഴയായി പെയ്യുമ്പോൾ ഇത് ഒരു അസിഡിക് റെയിൻ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. സോ ദിസ് ആസിഡിസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ആസിഡിക് ആയിട്ടുള്ള വെള്ളം ഈ നമ്മുടെ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി മണ്ണിൽ ആസിഡിനോട് റിയാക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മിനറൽസിനൊക്കെ തന്നെ ഈ മണ്ണിൽ നിന്ന് ലീച്ച് ഔട്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പ്രതിഭാസം ഉണ്ടാകും. മണ്ണിനുള്ളിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് ഇറങ്ങിയ വെള്ളം രണ്ട് രീതിയിൽ ഇവിടെ ഇറോഷൻ സംഭവിപ്പിക്കും. ഒന്ന്, ഈ ആസിഡ് റെയിൻ മുഖാന്തരം ആസിഡിനോട് ഇറോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഇല്ലാണ്ടായി പോകുന്ന മിനറൽസിനെയൊക്കെ മണ്ണിനകത്തുനിന്ന് നീക്കം ചെയ്ത് കൊണ്ടുപോകും. ഒന്ന്. രണ്ട്, ഇതൊരു പ്രോസസ്സ്. രണ്ട്, സാധാരണ മഴ പെയ്താലും ഈ പ്രതിഭാസം ഉണ്ടാവാവുന്നതാണ്. ഏത് പ്രതിഭാസം? അതായത് സാധാരണഗതിയിൽ മഴ പെയ്താലും വെള്ളവുമായിട്ട് ഡിസോൾവ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള മിനറൽസും മണ്ണിനടിയിൽ കാണും. അങ്ങനെ വെള്ളവുമായിട്ട് ഡിസോൾവ് ചെയ്ത് പോകുന്ന മിനറൽസും ഈ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം എത്തുന്ന സമയത്ത്, വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡിസോൾവ് ചെയ്യപ്പെട്ട് ആ എന്താ പറയുക മിനറൽസ് അവിടെ നിന്ന് ലീച്ച് ഔട്ട് ചെയ്ത് പോകും എന്ന് പറയാം. ലീച്ചിങ് എന്നാണ് അതിനെ വിളിക്കുക, വാഷ് ഔട്ട് ചെയ്ത് കളയും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഭൂമിക്ക് തൊട്ടടിയിലായിട്ടുള്ള സ്ഥലങ്ങളിലും പലയിടങ്ങളിലും പലതരത്തിലുള്ള ഭൂരൂപങ്ങളും രൂപീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. A limestone or dolomite region showing a typical landform produced by the action of groundwater through the process of solution and deposition is called a karst topography. Very, very important. What is a karst topography? നമ്മൾ നേരത്തെയും കണ്ടതാണ്. കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂഗർഭ ജലവുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പോഗ്രഫീനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഭൂരൂപത്തെ വിളിക്കുന്ന പേരാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയും. KARST, കാസ്റ്റ് ടോപ്പോഗ്രഫി. പർട്ടിക്കുലർലി കാസ്റ്റ് ടോപ്പോഗ്രഫി ഏതൊക്കെ മിനറലുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ലൈംസ്റ്റോൺസ് ഓർ ഡോളോമൈറ്റ്. ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ഡോളോമൈറ്റ് എന്ന് പറയുന്ന ധാതുക്കളുമായി ബന്ധപ്പെട്ടാണ് ഇവനെ പ്രധാനമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഇവനാണ് ഈ ഒരു കാസ്റ്റ് ടോപ്പോഗ്രഫി രൂപീകരിക്കുന്നത്. ഇവനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മഴ പെയ്തിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവനിലുണ്ടാകുന്ന ഈ ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു വലിയ ഭൂപ്രകൃതി, അതിലേക്ക് ലൈംസ്റ്റോൺ ഡോളോമൈറ്റിക് ഏരിയാസ് ഉണ്ട്, അതിലേക്ക് മഴ പെയ്ത് ഇവ അവിടെ നിന്ന് വാഷ് ഔട്ടായി പോയതിനു ശേഷം ആ ഭൂരൂപത്തിനുണ്ടാകുന്ന വ്യത്യാസം ആണ് ഈ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, The karst topography is also characterized by erosional and depositional landforms. നോക്കാം നമുക്ക് ഓരോന്ന്. ഇതിനകത്ത് ഇറോഷൻ നടക്കും, ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ ഈ ലൈംസ്റ്റോണും ഡോളോമൈറ്റും ഉള്ള ഇടങ്ങളിൽ നിക്ഷേപങ്ങൾ നടന്നിട്ടും ഭൂരൂപങ്ങൾ ഉണ്ടാവാം. ഇനി ഉള്ള മെറ്റീരിയലിനെ ഇറോഡ് ചെയ്ത് ലീച്ച് ഔട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടും ഭൂരൂപങ്ങൾ ഉണ്ടാവാം. നമ്മൾ അതിൽ ആദ്യത്തെ ആളെ നോക്കാൻ പോവാണ്. ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. ഇറോഷണൽ ലാൻഡ് ഫോംസ് മെറ്റീരിയലിനെ എന്താ പറയുക, ഇളക്കിക്കൊണ്ട് പോകുന്നത് വഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തെ ആളാണ് സ്വാളോ ഹോള്, അതുപോലെ സിങ്ക് ഹോള്, അതുപോലെ ലേപ്പീസ്, ലൈംസ്റ്റോൺ പേയ്മെൻറ്റ്സ് എന്നിവ. അപ്പോൾ ആരാണ് അതിൽ സ്വാളോ ഹോൾസ്? നിങ്ങൾക്കിവിടെ ഈ ചിത്രത്തിനകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഭൂമിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഭൂമിക്കടിയിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഗ്രൗണ്ട് വാട്ടർ പെനിട്രേഷൻ നടന്ന് ചെറിയൊരു ഡിപ്രഷൻ പോലെ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം എത്തിക്കാൻ കേപ്പബിൾ ആകുന്ന തരത്തിലുള്ള ഹോളുകൾ ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്വാളോ ഹോൾസ്. സർഫസിൽ നിന്ന് താഴോട്ടെന്ന രീതിയിലേക്ക്, ഭൂമിക്ക് അടിയിലോട്ടെന്ന രീതിയിൽ തന്നെയാണ് സ്വാളോ ഹോൾസ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ദേ ആർ ആക്ച്വലി ഹോൾസ് ഇൻ ദി സർഫസ് ഓഫ് എർത്ത് വിച്ച് ഈസ് ലീഡിങ് ടുവേർഡ്സ് ദി സെൻറ്റർ, അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിലേക്ക് ആഴമുള്ള അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള ചെറിയ മീഡിയം സൈസുള്ള അല്ലെങ്കിൽ ചെറിയ സൈസുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഷാലോ ആയിട്ടുള്ള ഡിപ്രഷൻസിന് വിളിക്കുന്ന പേരാണ് സ്വാളോ ഹോളുകൾ എന്ന് പറയുക. ഈ സ്വാളോ ഹോളുകൾക്ക് ഒരല്പം കൂടി വലിപ്പം വെച്ച് വലുതായി കഴിഞ്ഞാൽ അവന്മാർ എന്ത് വിളിക്കും? സിങ്ക് ഹോൾ എന്ന് വിളിക്കും. കണ്ടോ, സിങ്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഓപ്പണിംഗ് പോലെ എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടി വരും. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പണിംഗ്, വേറെ സ്വാളോ ഹോൾ ഇസ് എ സ്മോൾ ഓപ്പണിംഗ്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക് ഹോൾ ആൻഡ് സ്വാളോ ഹോൾ. Sink holes are very common in limestone karst areas. A sink hole is an opening more or less circular at the top and a funnel shape towards the bottom.
നിങ്ങൾ ആ സിങ്ക് ഹോളുകൾ നോക്കിയാൽ അറിയാം, ഒരു ഫണൽ ഷേപ്പ് പോലെ എന്ന രീതിയിൽ മുകളിലൊരല്പം ഉയർന്നും താഴേക്ക് പോകുന്നതനുസരിച്ച് ടേപ്പർ ചെയ്ത് താഴ്ന്ന് വീതി കുറഞ്ഞ് അല്ല ഡയമീറ്റർ കുറഞ്ഞ് വരുന്ന രീതിയിലായിരിക്കും ആരുണ്ടാവുക, സിങ്ക് ഹോളുകൾ ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് they have a funnel shape towards the bottom which sizes varying in areas from a few square meters to hectares with width അല്ലെങ്കിൽ ഡെപ്ത് ഫ്രം ലെസ് ദാൻ എ ഹാഫ് മീറ്റർ ടു അബൌട്ട് 30 meters or more. അതായത് മീറ്ററുകൾ മുതൽ എന്താ പറയുക ഹെക്ടറുകൾ വരെ വലുപ്പമുള്ള ഡയമീറ്ററിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സിങ്ക് ഹോളുകൾ കാണാൻ പറ്റും. വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂമിയിൽ നമ്മളൊരു പർവ്വതം കയറി നിന്ന് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്യൂവിൽ ചെന്ന് നോക്കുന്ന സമയത്തോ ഒക്കെ ഒരു വലിയൊരു ഡിപ്രഷൻ, വലിയൊരു ഓപ്പണിങ് കിടക്കുവാണ് തടാകം പോലെ, പക്ഷെ വെള്ളമില്ല. അതെന്താണ്? അത് സിങ്ക് ഹോളാണ്. ഞാൻ ചിത്രം ഒന്ന് കാണിച്ചു തരാം. അത് സിങ്ക് ഹോളാണ്. അപ്പോൾ ഈ സിങ്ക് ഹോളുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരിടത്തൊരു സിങ്ക് ഹോളുണ്ട്, തൊട്ടപ്പുറത്ത് മറ്റൊരു സിങ്ക് ഹോൾ ഉണ്ടെന്ന് കരുതിക്കോ, ഇവിടെ മറ്റൊരു സിങ്ക് ഹോൾ ഉണ്ടെന്ന് കരുതിക്കോ. ഈ സിങ്ക് ഹോളുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്യപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവർ പരസ്പരം ഇങ്ങനെ ഇത് രണ്ടും കൂടെ തമ്മിൽ കണക്ട് ആയി കഴിഞ്ഞാൽ വലിപ്പം വേറെ ഇത് രണ്ടും തമ്മിൽ കണക്ട് ആയി കഴിഞ്ഞാൽ ഇതൊരൊറ്റ സിങ്ക് ഹോളായിട്ട് മാറും. ഇതും തമ്മിൽ കണക്റ്റഡ് ആയാൽ ഒരൊറ്റ. അങ്ങനെ സിങ്ക് ഹോളുകൾക്ക് വലിപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സിങ്ക് ഹോൾസ് മാത്രമല്ല, സ്വാളോ ഹോൾസിനായാലും വലിപ്പം വർദ്ധിക്കാം. സിങ്ക് ഹോൾസിന് പ്രത്യേകിച്ച് വലിപ്പ വർധനവിനും മറ്റുമൊക്കെയുള്ള സാധ്യതയും കാണാൻ സാധിക്കുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സിങ്ക് ഹോളുകളുടെ ആഴമെന്ന് പറയുന്നത് ഏകദേശം 30 മീറ്റർ വരെ ആകാം എന്നാണ് പറയുന്നത്. 30 മീറ്റർ വരെ ആകാം. ചെറിയ 1/2 മീറ്റർ മുതൽ 1/2 മീറ്റർ മുതൽ 30 meters വരെ എന്ന രീതിയിലേക്ക് ആഴം ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണ് സിങ്ക് ഹോളുകൾ എന്ന നിർമ്മിതികൾ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഉവാലാസ്. ഉവാലാസ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നിലധികം സിങ്ക് ഹോളുകളൊക്കെ മീറ്റ് ചെയ്യപ്പെട്ട് കടന്നു. നിങ്ങളൊരു വലിയ ഡിപ്രഷൻ ഇവിടെ കാണുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എ പർവ്വതം. ഇതിപ്പോൾ ഒരു പർവ്വതം എന്ന രീതിയിൽ കണക്കാക്കുന്നതല്ല, അല്ലാതെ സിങ്ക് ചെയ്യപ്പെട്ട് പോയിരിക്കുന്ന ഒരു വലിയ ഏരിയയാണ്. നോക്കാം, ആരാണ് ഉവാലാസ്? ഉവാലാസ് are large irregular depressions formed by merged sink holes. Very important. Kusan wala. Walas are large irregular depressions on the surface of earth formed by the merging of sink holes. ഞാൻ തൊട്ട് മുമ്പ് വരച്ച് കാണിച്ച ചിത്രമാണ്. സിങ്ക് ഹോളുകൾ പരസ്പരം മെർജ് ചെയ്യപ്പെട്ട് വളരെ വിസ്തൃതമായൊരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഉവാലാസ്. Continued solution enlarges the adjacent dolines. Boundaries break. Dolines coalesce into a bigger basin. Dolines എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിർത്തി രേഖകളാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെസൊല്യൂഷൻ വീണ്ടും തുഴിയൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈ അതിർത്തി പ്രദേശത്തെ വീണ്ടും ഡിസോൾവ് ചെയ്ത് അത് രണ്ടാമത്തെ ആളുമായിട്ട് കൂട്ടി യോജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സിങ്ക് ഹോളുമായിട്ട് തോന്നിക്കുന്നു. മറ്റൊരുത്തൻ ഇവിടെ കിടപ്പുണ്ട്, അവനുമായിട്ട് ഇത് വലുതായി ഇവനുമായിട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലൊരു വലിയ സിങ്ക് ഹോൾ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന് കൃത്യമായിട്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തന്നിപ്പുണ്ടായിരുന്നു, ഇതുമായിട്ട് കണക്റ്റഡ് ആയാൽ ഈ ഒരു ഷേപ്പിലേക്ക് പോകും. അതാണ് ഇവന് കൃത്യമായിട്ട് ഷേപ്പ് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എവിടെയൊക്കെ സിങ്ക് ഹോളുകൾ ഉണ്ടാകുന്നു അതൊക്കെ പരസ്പരം കണക്റ്റഡ് ആവുന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും റിസൾട്ടിങ് ചെയ്യപ്പെടുന്ന വാലയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ബട്ട് എനി ഹൗ സിങ്ക് ഹോൾസ് കണക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അവർക്ക് സിങ്ക് ഹോളുകളുടെ ചുമരുകളിലുണ്ടായ ഇറോഷൻ കാരണം പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് വലുപ്പമേറിയ ഒരു ഡിപ്രഷൻ ഭൂമിയുടെ സർഫസിൽ കാണുന്നതാണ് വാല എന്ന് പറയുക. പോലിസ്. ഈ പോലസ് എന്ന് പറഞ്ഞാൽ പോൾലെസ് എന്ന് പറഞ്ഞാൽ POLJES പോൾജസ് എന്നാണ് വായിക്കുക. നിങ്ങൾ പോൾജസ് എന്ന് വായിച്ചോളും, കുഴപ്പമില്ല. വെരി ലാർജ് ഫ്ലാറ്റ് ഫ്ലോർഡ് ഡിപ്രഷൻസ് ഓഫ് സെവറൽ കിലോമീറ്റേഴ്സ് വൈഡ് വിത്ത് സ്റ്റീപ്പ് സറൗണ്ടിങ് വാൾസ്. മറ്റേ ഉവാലയെ പോലെ തന്നെ വരുന്ന വളരെ വിസ്തൃതമായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള താഴ്വരകൾ അടങ്ങിയ ഡിപ്രഷൻസ് തന്നെയാണ് പോലസ് എന്നും പറയുന്നത്. വിത്ത് സെവറൽ കിലോമീറ്റേഴ്സ് വൈഡ്, വിത്ത് ഒരു കിലോമീറ്റർ കണക്കിന് വീതി വരുന്ന എന്നാൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള സറൗണ്ടിങ് വാൾസ്. ഇതിൻ്റെ ചുറ്റുമുള്ള വാൾസ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിട്ടുള്ള തരത്തിലായിരിക്കും കാണുക. സാധാരണ പോലെ വളരെ ചെരിവോടുകൂടിയ ഉവാല പോലെ ചെരിവോടുകൂടിയൊന്നും ആയിരിക്കില്ല, വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകൾ കാണുന്ന ഇടങ്ങളായിരിക്കും പോലസ് എന്ന് പറയുന്നത്. മാസീവ് ഡിസൊല്യൂഷൻ ആൻഡ് കൊളാപ്സ്, ഫ്ലൂവിയൽ അക്യൂമുലേഷൻ ക്രിയേറ്റ്സ് ബ്രോഡർ ക്ലോസ്ഡ് ബേസിൻസ്. ഫ്ലോർസ് ആർ ഓഫൺ അലൂവിയേറ്റഡ് ആൻഡ് സീസണൽ ഫ്ലഡിങ്. ഫ്ലഡ് അതായത് എന്തോ വെച്ചാൽ ഫ്ലാറ്റ് ഫ്ലോറായി മാറി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇവിടെ മഴ പെയ്തും ഫ്ലഡിങ് ഉണ്ടായിട്ട് പറ്റുമൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അതിൻ്റെ നിക്ഷേപങ്ങൾ കാരണം ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് മാറുന്നതാണ് പോലസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഉവാലാസ് പോലസൊക്കെ എന്താണ്? ഉമാരൊക്കെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് എന്നുള്ള പഠിച്ചിരിക്കുക. ബേസിക്കലി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടതാ ചോദ്യത്തിനകത്ത് ചോദിക്കാനാണെങ്കിൽ ഇവന്മാരുടെ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ പോലസ് ഉവാല എന്നൊക്കെ പറയുന്നത് ആരുടെ ലാൻഡ് ഫോമാണ് അല്ലെങ്കിൽ ആരുടെ എന്ത് തരത്തിലുള്ള ലാൻഡ് ഫോം, മാക്സിമം അത്രയും ചോദ്യമുള്ളൂ. ഇവൻ്റെ ഇറോഷണൽ ലാൻഡ് ഫോം ആണോ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണോ, ഇതിനപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല.
ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം നിങ്ങൾ. ഓക്കെ, റൈറ്റ്. ദെൻ കംസ് ലേപ്പീസ്. ഇവനാണ് ലേപ്പീസ് എന്ന് പറയുന്നത്. എന്താണ് ലേപ്പീസ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. Lapis are uneven grooves and ridges that forms when the majority of the limestone surface is removed by solution process. ഇത് മുഴുവൻ ഒരൊറ്റ സിംഗിൾ പാറയായിരുന്നു വിചാരിച്ചോ. അപ്പോൾ ഈ പാറയിൽ ഈ ഗ്രൂവുകൾ പോലെ കാണുന്ന ഈ പ്രദേശങ്ങൾ മുഴുവൻ ലൈംസ്റ്റോണോ ഡോളോമൈറ്റോ പോലുള്ള മെറ്റീരിയലുകളാൽ സമ്പന്നമായിരുന്നതാണേ. അപ്പം ഇതിലേക്ക് ഇതിൻ്റെ പുറത്ത് സർഫസ് മണ്ണൊക്കെ ഉണ്ടായിരുന്നതാണേ. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങി ഈ വെള്ളം ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിലെ ഈ ലൈംസ്റ്റോണുമായിട്ട് ഇവൻ റിയാക്ട് ചെയ്യുകയും ഈ ലൈംസ്റ്റോൺ ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള മെറ്റീരിയൽസിനെ മുഴുവൻ വെള്ളം എന്ത് ചെയ്യുകയും ചെയ്തു, വാഷ് ഔട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ആ ലൈംസ്റ്റോൺ ഉണ്ടായിരുന്ന മേഖലകൾ മുഴുവൻ ഒഴുകിപ്പോയി അവിടെ ഒരു ചാല് പോലെ ക്രിയേറ്റ് ആവുകയും അതിൻ്റെ ഇപ്പുറവും അപ്പുറവും ഒക്കെ ഉയർന്നു നിൽക്കുന്ന മറ്റ് മെറ്റീരിയൽസിനെ നമുക്ക് കാണാനും സാധിക്കുന്ന തരത്തിൽ ഫോം ചെയ്യുന്നു. ഇത്തരം നിർമ്മിതികളെ വിളിക്കുന്ന പേരാണ് ലേപ്പീസ്. ഇത്തരം നിർമ്മിതികളെ വിളിക്കുന്ന പേരാണ് ലേപ്പീസ് എന്ന് പറയുക. ക്ലിയർ ആണോ മക്കളെ? സോ ലേപ്പീസ് ആർ അൺഈവൻ ഗ്രൂവ്സ് ആൻഡ് റിഡ്ജസ്. ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ ചാലുകൾ, റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന സംഗതികൾ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഏത് ഗ്രൂവ്സ്. ചെറിയ നാരോ ആയിരിക്കും, വളരെ വീതിയുള്ളതായിരിക്കില്ല, വളരെ നാരോ ആയിട്ടുള്ള സംഗതികളാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. ഗ്രൂവ്, ഈ ഡിപ്രഷൻസിനെ ഗ്രൂവ് എന്നും ഇയാളെ എന്തെന്നും വിളിക്കാം, റിഡ്ജ് എന്നും വിളിക്കാം. ഇയാളെ റിഡ്ജ് എന്നും വിളിക്കാം, ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് റിഡ്ജ് എന്നും വിളിക്കാം. ഓക്കെ, ഡീപ് ഗ്രൂവ്സ് സെപ്പറേറ്റ് ദി എച്ച്ഡ്, ഫ്ലൂട്ടഡ് ആൻഡ് പിറ്റഡ് റോക്ക് പിന്നക്കിൾസ് ദാറ്റ് മേക്ക് അപ്പ് ദി വെതേർഡ് ലൈംസ്റ്റോൺ സർഫസ് സീൻ ഇൻ ദി കാസ്റ്റർ റീജിയൻ. ഡീപ് ഗ്രൂവ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന അല്ലേ, നല്ല ഈ ഗ്രൂവുകളുള്ളതാണ് അപ്പുറം നിൽക്കുന്ന ഈ ഉയർന്നു നിൽക്കുന്ന മറ്റ് മേഖലകളെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതാണ് ലേപ്പീസ്. സിമ്പിൾ സാധനമാണല്ലോ. ഇനിയുള്ളത് ലൈംസ്റ്റോൺ പേയ്മെൻറ്റ്. ഇതേ സംഭവം തന്നെയാണ് ലൈംസ്റ്റോൺ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ളത്. പക്ഷേ ഇത് കുറച്ചുകൂടി റെഗുലറാണ്, കുറച്ചുകൂടി നാരോവറായിട്ടുള്ള ഗ്യാപ്പുകളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ താഴെ കാണുന്നത് നമ്മൾ ഇൻ്റർലോക്ക് പാകിയതുപോലെ, അല്ലെങ്കിൽ വീടിന് മുന്നിൽ സിമെൻറ്റ് ബ്ലോക്സ് പാകി നമ്മൾ നടപ്പാത ഒരുക്കിയതുപോലെ എന്ന രീതിയിൽ തോന്നിക്കുന്ന പോലുള്ള നാച്ചുറൽ പേവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതുപോലെയുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ കാര്യത്തിൽ? ഈ ലൈംസ്റ്റോൺ പേവ്മെൻറ്റ് എന്ന് പറയുന്ന ലാൻഡ് ഫോമിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെയും ലേപ്പീസിന് നടക്കുന്നതിന് സമാനമായ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ ഈ റിഡ്ജസും ഗ്രൂവ്സും എന്ന് പറയുന്നതിനുപരി റിഡ്ജ് എന്ന് പറയുന്ന ഒരു വീതി കുറഞ്ഞ ഒരു നിർമ്മിതി അല്ല ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആയിട്ട് നിൽക്കുന്ന സർഫസുകൾക്കിടയിൽ വളരെ നാരോ ആയിട്ടുള്ള റിഡ്ജസ് ഫോം ചെയ്തിട്ടുണ്ടാകും. അത് ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കില്ല, ബൈ ഡയറക്ഷണലായിട്ട് ഒന്നിലധികം, ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ ഗ്രൂവ് ഫോം ചെയ്ത് ഒരു പേവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ എന്ന രീതിയിൽ റിസംബ്ലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവനെ ലൈംസ്റ്റോൺ പേവ്മെൻറ്റ്സ് എന്ന് വിളിച്ചത്. സോ എസെൻഷ്യലി ലൈംസ്റ്റോൺ പേവ്മെൻറ്റ്സ് എന്ന് പറയുന്ന നിർമ്മിതികൾ എന്താണെന്ന് ചോദിച്ചാൽ, ദോസ് ആർ ആക്ച്വലി ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണെന്ന് പഠിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാ മൂന്നാമത്തെ ആൾ? മീൻസ് അടുത്ത പ്രധാനപ്പെട്ട ആൾ കേവ്സ്, ഗുഹകൾ. നമുക്ക് പലപ്പോഴും ആശ്ചര്യവും അത്ഭുതവും ഒക്കെയാണ് ഗുഹകൾ. എപ്പോഴും ഒരു ആകാംക്ഷയും ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട് ഗുഹകളെപ്പറ്റി അറിയുന്നതിനും അവിടേക്ക് പോകുന്നതിനുമൊക്കെ. ഇടയ്ക്കൽ കേവ്സ് ഉൾപ്പെടെ, വയനാട്ടിലുള്ള ഇടയ്ക്കൽ കേവ്സ് ഉൾപ്പെടെ വരുന്ന ഗുഹകൾ സന്ദർശിക്കുന്നതിനായിട്ട് ഒട്ടനവധി സഞ്ചാരികൾ എത്തുന്നത് നമുക്കറിയാം. ഹിസ്റ്റോറിക്കലി ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അല്ലാതെ ജിയോഗ്രഫിക്കലിയുള്ള കാരണങ്ങളെയും കാര്യങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയും ആൾക്കാരെത്താറുണ്ട്. ഈ ഗുഹകളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതൊരു ചോദ്യമായിരുന്നു പണ്ട്. പൊതുവെ ഗുഹകൾ പല രീതിയിൽ ഉണ്ടാകാനൊക്കെ പറ്റും. ഇപ്പോൾ മൂന്നോ അതിലധികമോ പാറക്കൂട്ടങ്ങൾ കൂടിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുഹകൾ ഉണ്ടാവാം, കേവ്സ് ഉണ്ടാവാം. അതല്ലാതെ നാച്ചുറലായിട്ടൊരു 100% പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ, കൺസീൽഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള കേവ്സിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. എങ്ങനെ? അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന വെള്ളം, ഭൂമിക്കടിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോയ വെള്ളം ഭൂമിക്കടിയിൽ ലൈംസ്റ്റോൺ കണ്ടിരുന്നൊരു റീജിയൻ, ഇത്രയും ഏരിയ ലൈംസ്റ്റോൺ എന്ന് വിചാരിച്ചോ. ഈ ഏരിയയിലേക്ക് വെള്ളം എത്തുന്ന സമയത്ത് ഈ മെറ്റീരിയലിനെ മുഴുവൻ ഇവിടെ നിന്ന് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും. പലയിടങ്ങളിലോട്ടും അതിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും. താഴേക്കോ മുകളിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ എന്തെങ്കിലും ഇതിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ചൊരു കട്ടിങ് ഉണ്ടാകുന്ന സമയത്ത്
ഈ സംഗതി പുറത്തോട്ട് ദൃശ്യമാവുന്ന സമയത്ത് ചുറ്റുമുള്ള പാറയും മണ്ണും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനിടയിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. ഈ ഓപ്പണിങ്ങിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഗുഹയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്നത് പോലെ പല വലുപ്പത്തിനാവും ഗുഹകൾ ഉണ്ടാവുക. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രസൻസ് ഓഫ് സോലുബിൾ മെറ്റീരിയൽസ്. അവിടെ ഉണ്ടായിരുന്ന സോലുബിൾ മെറ്റീരിയൽസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, എത്രത്തോളം വലുപ്പത്തിലാവും ഈ ഗുഹ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിഹൗ, ഈ ഗുഹയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല സിനിമകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഗുഹകൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ, ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി കുറച്ചൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു ടണൽ പോലെയാണ് ഗുഹയ്ക്കുള്ളിലെ സംവിധാനങ്ങൾ. ഒരു ടണൽ പോലെ നീണ്ടു പോവുകയും കുറച്ച് ദൂരം അപ്പുറം എത്തുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ടണലിന് ഒന്നിലധികം വഴികളുണ്ടാവുന്ന രീതിയിൽ, ഒന്നിലധികം ബ്രാഞ്ചസ് എന്ന രീതിയിലേക്ക് ഇവൻ തെന്നി മാറി വലത്തോട്ടും ഇടത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ആയിട്ട് ഗുഹകൾ വീണ്ടും വീണ്ടും നീണ്ടു നിറഞ്ഞ് കിടക്കുന്നത് കാണാനും പറ്റും, പരസ്പര ലിങ്ക്ഡ് അല്ലാത്ത രീതിയിൽ. അതെല്ലാം തന്നെയും സൂചിപ്പിക്കുന്നത് ഏതോ കാലഘട്ടത്തിൽ ഇതിനുള്ളിലൂടെ ഒരു ജലപ്രവാഹം ഉണ്ടായിരുന്നതാണ്. അന്ന് ആ ജലം ഡിസോൾവ് ചെയ്ത് കൊണ്ടുപോയ പ്രതലങ്ങളാണ് ഇന്ന് ഗുഹകൾ പോലെ വേക്കൻ്റായിട്ട് വാക്വമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാനിരിക്കുന്നത്. സോ കേവ്സ് എന്നത് എസെൻഷ്യലി ഒരു ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ലാൻഡ് ഫോം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? യെസ്. In areas where there are alternating beds of rock, shale, sandstone, quartz, etc., with a limestone or dolomite in between, or in areas where limestone are dense, massive and occurring as thick beds, cave formation is prominent. ലൈംസ്റ്റോൺസ് ചെറിയ വര പോലെ ഒന്നും കിടന്നാൽ പോരാ, അങ്ങനെയാണെങ്കിൽ ലേപ്പീസോ മറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ലൈംസ്റ്റോൺ എങ്ങനെ ഉണ്ടാവണം? വളരെ മാസീവ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ആയിട്ട്. ഇപ്പോൾ ഈ ഗുഹ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഇത്രയും ഓപ്പണിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഗുഹ എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് ഇത്രയും പണ്ട് ലൈംസ്റ്റോൺ അടങ്ങിയിരുന്ന സ്ഥലമാണ്. ഇത്രയും ചങ്ക്, ഇത്രയും അളവിലുള്ള ലൈംസ്റ്റോൺസ് ഡെപ്പോസിറ്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഇവിടെ നിന്ന് നദി അല്ലെങ്കിൽ വെള്ളം, ഗ്രൗണ്ട് വാട്ടർ പോയിട്ടുണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഇപ്പോൾ ചെറിയൊരു പോർഷനിൽ മാത്രം ഒരു ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ് കണ്ടു, ഇവിടെ ഒരു ചെറിയ ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ് അങ്ങനെയല്ല പോയിരിക്കുന്നത്. അതിനിടയ്ക്കുള്ള മണ്ണ് അവിടെ നിൽക്കുന്നില്ല. ഹ്യൂജ് ആയിട്ടുള്ള, ഡെൻസ് ആയിട്ടുള്ള, മാസീവ് ആയിട്ടുള്ള ബെഡ്സിൽ ലൈംസ്റ്റോൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ലൈംസ്റ്റോൺ ബെഡുകൾക്ക് ഇറോഷൻ സംഭവിച്ചാൽ ഉണ്ടാകുന്നതാണ് കേവ്സ് എന്ന് പറയുന്ന നിർമ്മിതികൾ. There can be a maze of caves at different elevations depending upon the limestone beds and the intervening rocks. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, കുറച്ച് അകത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഒരു മെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ഗെയിം പോലെ എന്ന രീതിയിലേക്ക് അകത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എവിടെയൊക്കെയാണ് ഈ ലൈംസ്റ്റോൺ കണ്ടന്റ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ലൈംസ്റ്റോൺ എന്ന് തന്നെ നിർബന്ധം പറയാനില്ല. ഈ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്ന ഏതൊരു മിനറൽ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഡെസൊല്യൂഷൻ വഴി കേവ് ഫോർമേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, റൈറ്റ്. സോ ദീസ് ആർ ഓൾ ദി ഇറോഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. ഇതൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു 5 പേരെ നമ്മൾ മൊത്തത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്. അത് മതി. ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് അനാവശ്യമാണ്. അതിൻ്റെ ആവശ്യകത വരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാണ്ട് പെരിഫറലായിട്ട് മാത്രം പറഞ്ഞു പോകുന്നത്. സോ നൗ വി ആർ മൂവിങ് ഓൺ to the depositional landforms created by groundwater. Groundwater ക്രിയേറ്റ് ചെയ്യുന്ന ഡെപ്പോസിഷണൽ ലാൻഡ്ഫോംസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, നിക്ഷേപ രൂപങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു ഗ്രൗണ്ട് വാട്ടർ എന്ന്. ഗ്രൗണ്ട് വാട്ടറിന് നിക്ഷേപണം നടത്തിയും ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഇറോഷൻ മാത്രമല്ലാണ്ട്. അതങ്ങനെ സംഭവിക്കും പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിന് തന്നെ നോക്കി, ഇതിൻ്റെ മുകളിലോട്ട് ഇവിടെ എർത്തുണ്ടല്ലോ, ഭൂമിയുണ്ടല്ലേ, ഭൂമിയുണ്ട്, സർഫസാണ്. ഇവിടെയൊക്കെ മഴ പെയ്യുന്നു, വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് അകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് അകത്തോട്ട് ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ പലയിടങ്ങളിലും ഈ ലൈംസ്റ്റോണിൻ്റെയോ ഡോളോമൈറ്റിൻ്റെയോ ഒക്കെ കണ്ടൻറ്റ് ഉണ്ടാവും. അതിനെയൊക്കെ പതുക്കെ ഇവൻ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവും, വാട്ടർ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഈ വാട്ടറിനോടൊപ്പം ഇവ കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ ഈ ഗുഹ ഉൾപ്പെടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാട്ടറിനോടൊപ്പം ഇത് കൊണ്ടുപോവാണ് ഈ മിനറൽസിനെയും. അങ്ങനെ ഈ മിനറൽസിനെ ക്യാരി ഡൗൺ ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഈ സ്വാഭാവികമായും ഈ ഭൂമിക്കടിയിൽ രൂപീകൃതമായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓപ്പണിങ്ങുകളിലേക്ക് ഈ ലീച്ച് ചെയ്യപ്പെട്ട വെള്ളം എത്തുമ്പോൾ ഈ സർഫസിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ക്രാക്കുകൾ, ഓപ്പണിങ്ങുകളൊക്കെ കാണുന്നതിൻ്റെ ഈ ടോപ്പിൽ ആ ചെറിയ ഹോളുകളിലൂടെ ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ലീച്ച് ചെയ്ത് മുകളിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഈ വെള്ളം, ആ വെള്ളം ആ പറയുന്ന ഹോള് വഴി പുറത്തേക്ക് താഴേക്ക് ഇറ്റിറ്റ് വീഴും. നമ്മുടെ സീലിങ്ങിൽ ഒരു
എന്താ പറയുക, നമ്മൾ പറയില്ല റൂഫിന് ചോർച്ചയുണ്ടെന്നൊക്കെ പറയണത് അതുപോലെ ആ റൂഫിന് ചോർച്ചയുണ്ടപ്പോൾ അവിടെ നിന്ന് ഇറ്റിറ്റ് വെള്ളം താഴേക്ക് വീഴുന്ന കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇറ്റിറ്റ് വെള്ളം താഴേക്ക് വീഴുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് മിനറൽസ് ഉണ്ട്. ഇപ്പോൾ കാൽസ്യം ഒക്കെ പോലുള്ള മിനറൽസ് ഇതിനകത്ത് കാണാൻ പറ്റും, അതായത് ലൈം സ്റ്റോണൊക്കെ ഉള്ളതുകൊണ്ട് ഈ മിനറൽസ് നിങ്ങൾ ഇറ്റിറ്റ് വീഴുന്ന ഇടങ്ങളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വെള്ളം ഇറ്റ് താഴേക്ക് വീഴുമ്പോൾ ആ വെള്ളം താഴെ നിലത്ത് മാത്രമല്ല ഉണ്ടാവുക, പിന്നെയോ ആ വെള്ളം ഇറ്റിച്ചു വീണിരുന്ന ആ ദ്വാരമുണ്ടല്ലോ, ആ ദ്വാരത്തിൻ്റെ ചുറ്റും ഈ പറയുന്ന വെള്ളത്തിൻ്റെ നിക്ഷേപം നമുക്ക് കാണാൻ പറ്റും. വെള്ളം അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും അല്ലേ? അഡ്ഹസീവ് ഫോഴ്സ് കാരണം ആ ദ്വാരത്തിന് ചുറ്റും വെള്ളം ഉണ്ടാവും. എന്നിട്ട് വീണ്ടും അത് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗുഹയ്ക്ക് മുകളിൽ വരുന്ന ദ്വാരത്തിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വെള്ളം വിത്ത് ലൈം സ്റ്റോൺ കണ്ടൻറ്റ് പെർക്കുലേറ്റ് ചെയ്ത് വന്ന് അതായത് ഭൂമിക്ക് ഈ മണ്ണിനിടയിലൂടെ സഞ്ചരിച്ച് താഴേക്ക് വരുന്നതിനാണ് പെർക്കുലേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തു വന്ന ഇയാൾ ഒരു ഹോള് വഴി പുറത്തേക്ക് താഴേക്ക് ഇറ്റിറ്റ് വീണു, സമ്മതിച്ചു. ആ ഇറ്റിറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് ഈ പറയുന്ന ഉപരിതലത്തിലും അല്ലെങ്കിൽ പ്രതലത്തിലും സീലിങ്ങിലിരുന്ന പ്രതലത്തിലും ഇവൻ്റെ നിക്ഷേപം അവിടെ ഉണ്ടാവും. ആരുടെ? ഈ ലൈം സ്റ്റോൺ അടങ്ങിയ അല്ലെങ്കിൽ ലൈം സ്റ്റോൺ അടങ്ങിയ വെള്ളത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. ഇത് കാലാനുസൃതമായിട്ട് പതുക്കെ കട്ട പിടിച്ച് കാൽസ്യം ആണല്ലോ, ലൈം സ്റ്റോൺ ആണല്ലോ, ആ ലൈം സ്റ്റോൺ പതുക്കെ കട്ട പിടിച്ച് അവിടെ ഒരു ഭൂരൂപം ഉണ്ടാകുന്നത് കാണാം. അവിടെ കട്ട പിടിച്ച് ആദ്യത്തെ ഒരു ലെയർ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിരിക്കും വന്ന് ആ വെള്ളത്തുള്ളി നിൽക്കുക. അതും കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും താഴെ വന്ന് വെള്ളത്തുള്ളി നിൽക്കും. അതും കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും താഴെ വന്ന് വെള്ളത്തുള്ളി നിൽക്കും. അങ്ങനെ ഈ കട്ട പിടിച്ച സാധനം ഇങ്ങനെ വലുതായി താഴോട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. ഗ്രോയിങ് ഡൗൺവേർഡ്സ്. ഈ നിൽക്കുന്ന സാധനങ്ങൾ, ഈ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കുറേ കത്തി ഇങ്ങനെ സീലിങ്ങിൽ തൂക്കിയിട്ടേക്കുന്ന മാതിരി മുകളിൽ നിൽക്കുന്ന സാധനം കണ്ടോ? ഇതാണ് സ്റ്റാലക്ടൈറ്റ്. ഇത്രയേ ഉള്ളൂ. ദീസ് ആർ കോൾഡ് stalactite. Stalactites hang as isosceles of different diameters. Normally they are broad at their bases and taper towards the free ends, showing up in variety of forms. പൊതുവേ അതിൻ്റെ ഈ സീലിങ്ങുമായിട്ട് ചേർന്ന് വരുന്നുണ്ട് ഇത്തിരി വീതി കൂടുതലും താഴോട്ട് വരുന്നതനുസരിച്ച് ടേപ്പർ ചെയ്ത് ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. കാരണം വെള്ളത്തിൻ്റെ തുള്ളിയാണല്ലോ താഴേക്ക് വരിക എന്നുള്ളതുകൊണ്ട്. ഇനി ഇതാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. ചിത്രം ഇതല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഈ ചിത്രം ലേപ്പീസിൻ്റെയും ലൈം സ്റ്റോൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നിങ്ങൾ വിട്ടേരെ. രണ്ടാമത്തെ ആൾ സ്റ്റാലഗ്മൈറ്റ്. ഈ പേര് മാത്രം എടുത്തേക്കുക, എഴുതി വെച്ചേക്കുക, സ്റ്റാലഗ്മൈറ്റ്. പാരാ സ്റ്റാലക്ടൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ആൾ സ്റ്റാലഗ്മൈറ്റ്. ആരാണ് സ്റ്റാലഗ്മൈറ്റ് എന്നൊന്ന് നോക്കിക്കേ. ഈ ഒരു ചിത്രത്തിനകത്ത് നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ മുകളിൽ നിന്ന് വെള്ളത്തുള്ളി താഴേക്ക് ഇറ്റിറ്റ് വീഴും എന്ന് ഞാൻ പറഞ്ഞു. ഈ മുകളിലും വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അതവിടെ നിന്ന് ഉറങ്ങി സോളിഡിഫൈ ചെയ്യപ്പെട്ട് ഘനീഭവിച്ച് ലൈം സ്റ്റോൺസ് ആയിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ താഴെ വീഴുന്ന വെള്ളത്തുള്ളിയും അതുപോലെ ഘനീഭവിച്ച് അല്ലെങ്കിൽ സോളിഡിഫൈ ചെയ്യപ്പെട്ട് അതേ തരത്തിലുള്ളൊരു ഭൂരൂപം നിലത്തും ഉണ്ടാക്കണം. അങ്ങനെ ആ നിലത്തുണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാലഗ്മൈറ്റ്. ആ വെള്ളത്തുള്ളികൾ വീണ് നിലത്തൊന്ന് താഴേന്ന് മുകളിലേക്കും അതേപോലൊരു നിർമ്മിതി ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ആ ഒരു ദ്വാരത്തിന് നേരെ താഴെയായിട്ടാണ് ഇവനെ കാണാൻ പറ്റുക. സോ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടും ഉണ്ട്, താഴെ നിന്ന് മുകളിലോട്ടും ഉണ്ട്. ഈ ഓട്ടം അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഹോൾ അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ദിസ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. ഇതിനിടയിൽ വീണ്ടും വെള്ളം ഇറ്റിറ്റ് വീഴാൻ സാധിക്കുകയും വീണ്ടും ഇവന് ഉയരം കൂടാനും ഇവന് ഉയരം കുറയാനും വീണ്ടും രണ്ടുപേർക്ക് ഉയരം കൂടി വന്ന് പരസ്പരം ഇവന്മാർ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവനൊരൊറ്റ പീസ് പോലെ ഇങ്ങനെ ഇരിക്കും നിൽക്കും. ഒരു തൂണ്, ഗുഹയ്ക്കകത്തൊരു തൂണ് വെച്ചതുപോലെ നിൽക്കും. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം. വിളിക്കുന്ന പേര് പില്ലർ. വിളിക്കുന്ന പേര് പില്ലേഴ്സ്. കണ്ടോ? മുകളിൽ നിന്ന് താഴോട്ട് കിടക്കുന്നവൻ സ്റ്റാലക്ടൈറ്റ്, താഴെ നിന്ന് മുകളിലോട്ട് വളരുന്നവൻ സ്റ്റാലഗ്മൈറ്റ്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടവൻ പില്ലർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് പൊതുവെ കാണണമെങ്കിൽ എവിടെ ആയിരിക്കണം? കേവ്സിലായിരിക്കണം. അപ്പോൾ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ ലാൻഡ് ഫോമിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ കാണാനായിട്ട് പറ്റും. അല്ലാണ്ട് ഗ്രൗണ്ടിൽ കേവ് ഇല്ല, ഓപ്പണിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രതിഭാസത്തിന് അവിടെ വിലയില്ല. ഇപ്പോൾ കേവ് ഉണ്ടെങ്കിലാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അറിഞ്ഞിരിക്കുക നിങ്ങൾ. ക്ലിയർ അല്ലേ മക്കൾ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. സ്റ്റാലഗ്മൈറ്റിൽ എന്തെങ്കിലും വ്യത്യസ്തമായി എഴുതിയിട്ടുണ്ടെന്ന് കൂടി ഇത് വായിക്കുന്നു. ദ ഫോം ഡ്യൂ ടു ദ ട്രിപ്പിംഗ് ഓഫ് വാട്ടർ ഫ്രം ദി സർഫസ് ഓർ through the thin pipe of stalactite immediately below it. Stalagmite may take a shape of a column. Yes, വേണ്ട, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിനകത്തുള്ളൂ. ഓക്കെ, റൈറ്റ്.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം. നമ്മൾ ആ പേയ്മെൻറ്റുകൾ പറഞ്ഞില്ലേ, ലൈം സ്റ്റോൺ പേയ്മെൻറ്റ്. ആ ലൈം സ്റ്റോൺ പേയ്മെൻറ്റ് പറഞ്ഞപ്പോൾ ആ ഉയർന്നു നിന്നിരുന്ന സ്ഥലത്തെ നമ്മൾ ഗ്രൈക്ക് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഗ്രൈക്ക് എന്ന് വിളിക്കും ആ ഒരു എഡ്ജസിനെ. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഉയർന്നു നിന്നിരുന്ന ഫ്ലാറ്റ് പോർഷൻ നമ്മൾ ക്ലിൻ്റ് എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയിരുന്നാൽ മതി. ഓക്കെ, റൈറ്റ്. സോ അതിൻ്റെ രത്നച്ചുരുക്കമാണ്. ഉള്ളിൽ പില്ലേഴ്സ്, സ്റ്റാലക്മൈറ്റുകളും സ്റ്റാലക്ടൈറ്റുകളും ഒക്കെ നിൽക്കുന്നതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാളോ ഹോൾസ്, സിങ്ക് ഹോൾസ് പോലുള്ളവയും സ്വാളോ ഹോള്, സിങ്ക് ഹോള് പോലുള്ളവയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. സിമ്പിൾ അല്ലേ? പേരുകളാണ് ഇതിനകത്ത് പുതുമയുള്ള സംഗതികൾ. അല്ലാണ്ട് വലിയ ലോജിക്കോ വലിയ കാര്യങ്ങളോ ഒന്നും പഠിക്കാൻ നിങ്ങൾക്കില്ല. പേരുകൾ പഠിക്കുന്നതിന് ഉപേക്ഷ വരുത്താണ്ട് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ. പുതിയ പേരുകളാണ് എനിക്കറിയാം. സോ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി നെയിംസ്. ഓരോ നെയിമും ഏത് ലാൻഡ് ഫോമിൻ്റെ ഭാഗമാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഏജൻറ്റിൻ്റെ കൂടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ഏജൻറ്റാണ് വിൻഡ് എന്ന് പറയുന്ന ഏജൻറ്റ്. അടുത്ത ലാൻഡ് ഫോം ക്രിയേഷൻ ഏജൻറ്റാണ് ആര്? വിൻഡ്. അപ്പോൾ ഇനി വിൻഡ് എന്ന് പറയുന്ന ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുള്ളത്. നോക്കാമല്ലോ. ഇവിടെയുണ്ട് ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. നമുക്ക് നോക്കാം. ഈ ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്ത ലാൻഡ് ഫോമിനെ നമ്മൾ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വിശേഷിപ്പിച്ചായിരുന്നു അല്ലേ? KARST, കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന രീതിയിൽ വിശേഷിപ്പിച്ചു. സമാനമായ രീതിയിൽ വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോമുകൾക്ക് വിളിക്കുന്ന പേരാണ് എയോലിയൻ ലാൻഡ് ഫോംസ്. ഇത് ലാൻഡ് ഫോംസ് ആണ് എയോലിയൻ ലാൻഡ് ഫോംസ്. അപ്പോൾ എയോലിയൻ ലാൻഡ് ഫോംസ് എന്ന രീതിയിൽ നിങ്ങൾ പേര് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോടാം, ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ വിൻഡിനെ പറ്റിയിട്ടാണ് വന്നിരിക്കുന്ന ചോദ്യമെന്ന് വ്യക്തം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എയോലിയൻ ലാൻഡ് ഫോംസിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നോക്കാം. സിമ്പിളാണ് എയോലിയൻ ലാൻഡ് ഫോംസ്. ആദ്യത്തെ ആൾ പെഡിമെൻറ്റ്സ് ആൻഡ് പെഡിപ്ലെയിൻസ്. ഇതാണ് പെഡിമെൻറ്റ്സ് ആൻഡ് പെഡിപ്ലെയിൻസ്. പെഡിമെൻറ്റ്സും പെഡിപ്ലെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. എ പെഡിമെൻറ്റ് ഈസ് എ ജെന്റിലി സ്ലോപ്പിംഗ് ബെഡ്റോക്ക് സർഫസ് അറ്റ് ദി ബേസ് ഓഫ് എ മൗണ്ടൻ ഫോംഡ് ബൈ ഇറോഷൻ. ഇറോഷൻ കാരണം ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഒരു വളരെ കുറഞ്ഞ സ്ലോപ്പോടുകൂടി നിൽക്കുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് പെഡിമെൻറ്റ്. അത്രയേ ഉള്ളൂ. ആര് കാരണം ഇറോഷൻ നടക്കുന്നു? വിൻഡ് കാരണം ഇറോഷൻ പർവ്വതത്തിന് നടന്ന് രൂപീകൃതമായിട്ടുള്ള ലാൻഡ് ഫോം. കാരണം ഇതിലും കൂടുതൽ സ്ലോപ്പ് ഉണ്ടായിരുന്നതായിരിക്കാം. പക്ഷേ ഇറോഷൻ ഈ വിൻഡ് വന്ന് അടിച്ചിട്ട് വിൻഡ് എങ്ങനെ ഇറോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ, വിൻഡ് കാറ്റടിക്കുമ്പോൾ ഇറോഷൻ നടക്കുമോ? കാറ്റടിക്കുമ്പോൾ നമുക്ക് ആർക്കും വേദനിക്കാറില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കാറ്റിനോടൊപ്പം കുറേ മണലും കൂടെ വന്നാലോ വേദനിക്കും. മാത്രമല്ല ഉയർന്ന വേഗതയിൽ നല്ല ശക്തിയേറിയ കാറ്റ് നിങ്ങൾക്ക് വീശിയാൽ, കാറ്റ് നിങ്ങളിലേക്ക് വന്ന് പ്രഹരിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുമോ? ഉണ്ടാവും. നിങ്ങൾക്ക് വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളെ നീക്കം ചെയ്യാൻ പോലും കേപ്പബിളാണ് അവൻ. നിങ്ങളെ തന്നെ എടുത്ത് മാറ്റിക്കളയും. ശരിയല്ലേ? അപ്പോൾ കാറ്റിന് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും പവറും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. പൊതുവേ നമ്മൾ കാണുന്ന വളരെ ചെറുതായിട്ട് വീശുന്ന മന്ദമാരുതന്മാരിൽ ആ ഒരു നേച്ചർ നമ്മൾ ഒബ്സർവബിളായിട്ട് കാണാറില്ല. ബിക്കോസ് ഇങ്ങനെയൊക്കെ കാറ്റ് കാരണം ഇറോഷൻ നടത്തി രൂപീകൃതമാകുന്ന ഭൂരൂപങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ വർഷങ്ങൾ എടുത്തിട്ടാവും ഉണ്ടാവണേ. അപ്പോൾ അത്രയും കാലമൊന്നും മനുഷ്യന് ലൈഫ് ടൈം ഇല്ലല്ലോ, ലൈഫ് സ്പാൻ ഇല്ലല്ലോ. അപ്പോൾ ഒരാളുടെ ജീവിത കാലഘട്ടത്തിനുള്ളിൽ നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള ലാൻഡ് ഫോംസിൻ്റെ ക്രിയേഷനെ നേരിട്ട് അങ്ങ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാണ്ട് വരിക. ബട്ട് എനി ഹൗ അപ്പോൾ പെഡിമെൻ്റ് ആരാണ്? പർവ്വതങ്ങളുടെ ചെരുവുകളിൽ വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു സ്ലോപ്പോടുകൂടി നിൽക്കുന്ന ഇറോഷന് ശേഷം അവശേഷിച്ചിരിക്കുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് പെഡിമെൻ്റ് എന്ന് പറയുക. ഈ പെഡിമെൻറ്റുകളിൽ ഒന്നിൽ കൂടുതൽ പെഡിമെൻറ്റുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് കാണുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് പെഡിപ്ലെയിൻസ് എന്ന് പറയുക കേട്ടോ. പെഡിമെൻറ്റുകൾ ഒന്നിൽ കൂടുതൽ പെഡിമെൻറ്റുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്ന വിസ്തൃതമായ ഏരിയകളുണ്ട് എങ്കിൽ അത്തരം ഏരിയകളെ എനിക്ക് എന്തെന്ന് വിളിക്കാം? പെഡിപ്ലെയിൻസ് എന്ന് വിളിക്കാം. പെഡിപ്ലെയിൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പെഡിമെൻറ്റ് ഈസ് എ ജെന്റലി സ്ലോപ്പിംഗ് ബെഡ്റോക്ക് സർഫസ് അറ്റ് ദി ബേസ് ഓഫ് എ മൗണ്ടൻ ഫോംഡ് ബൈ ഇറോഷൻ. And a pediplane is a large flat landform created when multiple pediments coalesce and merge with each other. Okay, coalesce and merge with each other means കൂട്ടി യോജിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്, മെർജ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഒന്നിലധികം പെഡിപ്ലെയിനുകൾ കൂട്ടി യോജിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ എൻ്റയർ റീജിയനെ വിളിക്കുന്ന പേരായിരിക്കും പെഡിപ്ലെയിൻസ് എന്ന് വിളിക്കുക. പെഡിമെൻറ്റുകളുടെ ഒരു കൂട്ടമാണ് പെഡിപ്ലെയിൻ എന്ന് വിശേഷിപ്പിക്കുക. Both are common in arid and semi-arid regions and are significant landforms resulting from long-term erosion by wind. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഇവൻ ലോങ് ടേം ഇറോഷനാണ്. വിൻഡ് നടത്തുന്ന വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഇറോഷൻ്റെ ഫലമായിട്ടാണ്
ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. പെഡിമെൻ്റ് ഉണ്ടാകുന്നതിന് കാരണം വിൻഡ് വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറോഷൻ നടത്തുന്നത് കൊണ്ടാണ്. ഇവന്മാർ പൊതുവെ എവിടെയാണ് കാണുക? പെഡിമെൻറ്റുകളെയും പെഡിപ്ലെയിനുകളും കാണണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ക്ലൈമറ്റിക് റീജിയനിലാണ് ഇവനെ കാണാൻ പറ്റുന്നത് വെച്ചാൽ എയറിഡ് ആൻഡ് സെമി എയറിഡ് റീജിയൻസ് ആണ്. അതായത് വരണ്ട, അർദ്ധ വരണ്ട കാലാവസ്ഥകളിലാണ് പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള കാറ്റ് ഇറോഷണൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ലാൻഡ് ഫോംസ് കാണാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ മഴയോ വെള്ളമോ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇറോഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാറ്റിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഇറോഷൻ നടത്താനായിട്ട് സാധിക്കുന്ന ആർക്കാണ്? മഴയ്ക്കാണ്, അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിനാണ് കാറ്റിനേക്കാൾ ഇറോഷൻ പവർ കൂടുതൽ. സോ ഓൾറെഡി ഇവിടെ റണ്ണിങ് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റണ്ണിങ് വാട്ടർ വുഡ് ഹാവ് ഓൾറെഡി ഡൺ ദി ഇറോഷൻ പ്രോസസ്സ്. ഈ പ്രോസസ്സുകളെല്ലാം ഓൾറെഡി ആര് ചെയ്തിട്ടുണ്ടായിരുന്നേനെ? റണ്ണിങ് വാട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നേനെ. അപ്പോൾ റണ്ണിങ് വാട്ടറിൻ്റെ അഭാവത്തിൽ ആണ് വിൻഡ് ഇവിടെ ടേക്ക് ഓവർ ചെയ്ത് ഇറോഷൻ നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. റണ്ണിങ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് വിൻഡ് ഇറോഷൻ നടത്തുന്നു, അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ഉള്ളിടത്ത് വിൻഡ് ഇറോഷനെ നടത്തുന്നില്ല എന്നല്ല ഇതിനർത്ഥം. മേജർ ഇറോഷണൽ ലാൻഡ് ഫോമായിട്ട് ഇവൻ വരുന്നിടങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ പൊതുവേ ഈ വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ട് എന്ത് തരത്തിൽ ലാൻഡ് ഫോംസ് കാണുക, പെഡിമെൻറ്റ്സ്, പെഡിപ്ലെയിൻസ് ഒക്കെ കാണുക എന്ന് നമുക്ക് പറയാം. ബോത്ത് ആർ കോമൺ ഇൻ എറിഡ് ആൻഡ് സെമി എറിഡ് റീജിയൻസ്. പക്ഷേ മഴയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവനെ കാണാൻ പറ്റില്ല എന്നൊന്നും അല്ല അതിൻ്റെ മീനിങ്. എന്തും നിങ്ങൾ ഓർത്തേക്കണം, പൊതുവെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണെന്നാണ് പറയും, വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴയുള്ള സാഹചര്യത്തിലെ മണ്ണിൻ്റെ ഡസ്റ്റി ഫീച്ചർ ഉണ്ടല്ലോ, മണ്ണ് ഡസ്റ്റായി മാറുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നത് മഴയാണ്. മഴ പെയ്ത് വെള്ളം നനങ്ങി നമ്മൾ തന്നെ ഏതെങ്കിലും പണി നടക്കുന്ന റോഡിൽ ഇച്ചിരി വെള്ളം കോരി ഒഴിച്ചേച്ചും പോകണം. നമ്മൾ തന്നെ പലപ്പോൾ വണ്ടി കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് കരുതാറില്ലേ, വണ്ടി മുമ്പ് ഇഷ്ടം പോലെ പൊടി അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കുടഞ്ഞിരുന്നുവെങ്കിൽ, ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്ന ആ റോഡായിരുന്നെങ്കിൽ നമുക്ക് ഈ പൊടി ആകത്തില്ലായിരുന്നു നമ്മൾ കരുതാറുണ്ട്. അപ്പോൾ പൊടി പറന്ന് പോയി അന്തരീക്ഷത്തിലേക്ക് പോകാണ്ട് പിടിച്ചു നിർത്തുന്ന വെള്ളമാണ്. അപ്പോൾ മഴയുള്ള സ്ഥലങ്ങളിൽ പൊതുവേ കാറ്റടിച്ചാലും ആ കാറ്റിൽ പൊടിപടലങ്ങളുടെ പ്രസൻസ് കുറവായിരിക്കും. പൊടിപടലവും കാറ്റും തമ്മിൽ എന്ത് ബന്ധം? ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലുള്ളത് കാറ്റിൻ്റെ കൂടെ സഞ്ചരിച്ച് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാറകളിലും മറ്റുമൊക്കെ ഇറോഷൻ സംഭവിക്കുന്നതിന് പോയി ഫ്രിക്ഷൻ ക്രിയേറ്റ്. കാറ്റിന് ഫ്രിക്ഷൻ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല കാര്യമായിട്ട്. പറ്റത്തില്ല എന്നല്ല, കാറ്റിനും പറ്റും. പക്ഷേ കാറ്റിലുള്ള പദാർത്ഥങ്ങളാണ് അതിന് ഏറ്റവും വലിയ ഏജൻ്റായി മാറുന്നത്. മണ്ണും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അവൻ കാര്യമായിട്ട് ഇറോഡ് ചെയ്യാൻ സഹായിക്കും. ശരിയല്ലേ? അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഏരിയകളിൽ മഴ കുറവായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഈ ഡസ്റ്റ് പാർട്ടിക്കിളും സാൻഡ് പാർട്ടിക്കിൾസും ഒക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവന്മാർ കാറ്റിനോടൊപ്പം സഞ്ചരിച്ചാൽ പോകുന്നിടങ്ങളിലൊക്കെ ഇറോഷൻ സാധ്യമാകും. അതുകൊണ്ടാണ് എറിഡ്, സെമി എറിഡ് റീജിയനുകളിലാണ് ഈ ഒരു ലാൻഡ് ഫോം പൊതുവെ കാണപ്പെടുന്നത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് പെഡിമെൻറ്റ്സ് ആൻഡ് പെഡിപ്ലെയിൻസ്. രണ്ടാമത്തെ ആൾ ഇൻസെൽബർഗ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ഇൻസെൽബർഗ് ആണ്. An isolated, prominent hill of mountain that rises abruptly from its surrounding plain. ഒരു സമതല പ്രദേശത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തെയാണ് നമ്മൾ ഇൻസെൽബർഗ് എന്ന് വിളിക്കുക. പക്ഷേ ഇവിടെ ഇത് ഇൻസെൽബർഗ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ അതായത് ഭയങ്കര സ്മൂത്ത് ചെയ്യപ്പെട്ട് പോയിക്കുക കേട്ടോ. ഇതിന് ഒരു ഷാർപ്പ് എഡ്ജ് നമുക്ക് പറയാം. എല്ലാം വളരെയധികം കർവ്ഡ് ആണ്. ആരായി കർവ് ചെയ്തത്? വിൻഡാണ് കർവ് ചെയ്തത്. അപ്പോൾ ഡ്രൈ അറ്റ്മോസ്ഫിയറുകളിൽ തന്നെ, ഡ്രൈ ആയിട്ടുള്ള അന്തരീക്ഷ സാഹചര്യങ്ങളിൽ വിൻഡ് നടത്തിയ ഇറോഷൻ്റെ ഫലമായി അഗ്രങ്ങളിലെ സോഫ്റ്റ് റോക്കുകൾക്ക് ഇറോഷൻ സംഭവിച്ചു പോയി വളരെ സ്മൂത്തൻ ചെയ്യപ്പെട്ട രീതിയിൽ അവശേഷിക്കുന്ന ഹാർഡ് റോക്ക് സർഫസ് ആയിട്ടുള്ള പർവ്വതം, വരണ്ട ഭൂമിയിലേക്ക് കാണുന്ന പർവ്വതങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻസെൽബർഗ് എന്ന് വിളിക്കാം. ഇൻസെൽബർഗ്. അവർക്ക് മറ്റൊരു പേരിലും വിശേഷണമുണ്ട്, മൊണാഡ് നോക്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മക്കളെ. മൊണാഡ് നോക്സ് എന്ന രീതിയിൽ ഒരു വിശേഷണവും നമുക്കിവയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ പേരുകളും ഇത്തരം സാധനങ്ങളും ഒക്കെ പഠിക്കണോ? ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തന്നെയാണ്. പഠിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ജോഗ്രഫിയിൽ ഒരുപാട് പുതിയ ടേംസ് നിങ്ങൾ പഠിക്കും. പണ്ടത്തെ PSC ചോദ്യങ്ങളല്ല ഇപ്പോഴത്തെ PSCയിലെ ചോദ്യങ്ങൾ. പുതിയ ഏരിയകൾ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ചോദ്യകർത്താക്കൾ പോകുന്നുണ്ട്. അവർക്ക് പുറകെ നമ്മളും സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ പഠിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പഠിച്ചേ നിവൃത്തിയുള്ളൂ മക്കളെ, പഠിച്ചുകൊള്ളുക കേട്ടോ. രണ്ടും കൽപ്പിച്ച് പഠിച്ചുകൊള്ളുക. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഇസ് സിമ്പിളാണ് സാറേ. എന്താ ഇൻസെൽബർഗ്? ആരാണ് ഇൻസെൽബർഗ് എന്ന് ചോദിച്ചാൽ വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ലാൻഡ് ഫോം ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ? ഇങ്ങനെ നിന്നിരുന്ന പർവ്വതമായിരുന്നിരിക്കാം. ഓക്കെ, ഇങ്ങനെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് നിന്നിരുന്ന പർവ്വതം. പക്ഷേ ഇവിടെയൊക്കെ കാറ്റ് വീശി ഇതിനിങ്ങനെയാക്കി. ദാറ്റ്സ് ഇറ്റ്. ഇൻസെൽബർഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐലൻഡ് മൗണ്ടൻ എന്നാണ്. ഇൻസെൽബർഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐലൻഡ് മൗണ്ടൻ എന്നാണ്. ഒരു ജർമ്മൻ വേർഡാണ്. ഏത് വേർഡാണ്? ജർമ്മൻ വേർഡാണ് ഇൻസെൽബർഗ്. So these landforms are created through erosion
where softer surrounding rock erodes away over time, leaving behind the more resistant, harder rock formation. They are common in arid and semi-arid regions and are sometimes called as monadnocks. അല്ലേ, ഹാർഡർ ആയിട്ടുള്ള സർഫസിനെ മാത്രം ലീവ് ചെയ്ത് സോഫ്റ്റർ സറൗണ്ടിങ് റോക്കുകളൊക്കെ ഇറോഡ് ചെയ്ത് പോയതിന് ശേഷമുള്ള നിർമ്മിതിയാണ് ഇൻസൽബർഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തയാൾ deflation hollows and caves. We have already studied a cave. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു ഇറോഷണൽ ലാൻഡ് ഫോമായിട്ട് നമ്മൾ കേവ് ഉണ്ട്. വാസ്തവമാണ്, അവിടെ ഒരു കേവ് ഉണ്ട് താനും. അതുപോലെ തന്നെ വിൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? കേവ് പഠിക്കാനുണ്ട്. ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറഞ്ഞാൽ ഈ ഏറിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ഏറിഡ് ആയിട്ടുള്ള വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ, മരുഭൂമികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ കാറ്റ് നിരന്തരം വീശുന്നത് കാരണം പാറകളിൽ ചെറിയ ചെറിയ ഡിപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കുന്ന പാറയാണെങ്കിൽ ചെറിയ ചെറിയ ഡിപ്രഷൻസ് ഇവിടെ ഇങ്ങനെ ചെറിയ കുഴിവുകൾ ക്രിയേറ്റ് ചെയ്യാം. കൃത്യമായിട്ട് സ്ഥിരം ഇങ്ങനെ കാറ്റ് വീശി 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 ഇവിടെ വന്ന് ഈ മണ്ണും മറ്റോ വന്ന് അടിച്ചടിച്ചടിച്ച് ചെറിയ 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 ഡിപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഡിപ്രഷൻസിനെ വിളിക്കുന്ന പേരാണ് ഡീഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റടിക്കുന്നത് കാരണം പാറകളിൽ ചെറിയ ഡിപ്രഷൻസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കുക. ആൻഡ് ഇത് വീണ്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ഡിപ്രഷൻസ് വലുതായി 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 നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കേവ് എന്ന രീതിയിൽ തോന്നിക്കും. ദാറ്റ്സ് ദി കേവ്സ്. അപ്പോൾ ഡിഫ്ലേഷൻ, അതുകൊണ്ടാണ് ഡിഫ്ലേഷൻ ഹോളോസും കേവ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇടയായത് എന്നറിഞ്ഞിരിക്കുക. കാരണം ഡിഫ്ലേഷൻ ഹോളോസ് ആണ് എന്തിന് കാരണമാവുക? കേവിൻ്റെ ഫോർമേഷന് കാരണം ആകുന്ന ആൾക്കാരെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡിഫ്ലേഷൻ ഹോളോസ് കോസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് കേവ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ചെറിയ ഡിപ്രഷൻ ഡിഫ്ലേഷൻ ഹോളോ, ഡിപ്രഷൻ വലുതായി 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 എന്തായിട്ട് മാറുന്നതാണ് കാണാൻ പറ്റുന്നത്? കേവായിട്ട് മാറുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഡിഫ്ലേഷൻ ഹോളോസ് ആൻഡ് കേവ്സ് ആർ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദി ഇറോസീവ് പവർ ഓഫ് വിൻഡ്. അതെ, ഡിഫ്ലേഷൻ ഹോളോസ് ആർ ഷാലോ ഡിപ്രഷൻസ് ഫോംഡ് ആസ് വിൻഡ് റിമൂവ്സ് ലൂസ് പാർട്ടിക്കിൾസ് ഫ്രം എൻ ഏരിയ, ഓൾസോ കോൾഡ് ആസ് ബ്ലോ ഔട്ട്സ്. അപ്പോൾ ഡിഫ്ലേഷൻ ഹോളോസിന് വിളിക്കുന്ന മറ്റൊരു പേരും കൂടി കിട്ടി, ബ്ലോ ഔട്ട്സ്. ഞാൻ ഈ പറഞ്ഞത് തന്നെ വളരെ ഷാലോ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞു? ഡിഫ്ലേഷൻ ഹോളോസ്. കേവ്സ് ഡെവലപ്പ് ഫ്രം ഡിഫ്ലേഷൻ ഹോളോസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കേവ്സ് ഡെവലപ്പ് ഫ്രം ഡിഫ്ലേഷൻ ഹോളോസ് ആസ് ദ ഡീപ്പൻസ് ആൻഡ് വൈഡൻസ് ത്രൂ കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഇമ്പാക്ട് ഓഫ് വിൻഡ് ബോൺ സാൻഡ്, ഇവൻച്വലി കാർവിങ് ഇൻ ടു ദ റോക്ക്. ആ റോക്കിനെ തന്നെ കാർവ് ചെയ്തെടുക്കുന്ന തരത്തിൽ ഫർദറായിട്ട് ഇറോഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ് കേവ്സ് എന്ന് പറയുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഡിഫ്ലേഷൻ ഹോളോസ് ആൻഡ് കേവ്സ്. അടുത്തയാൾ, നാലാമത്തെ ആൾ മഷ്റൂം റോക്സ് അഥവാ ടേബിൾ റോക്സ് അഥവാ പെഡസ്റ്റൽ റോക്സ്. ഇതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്, സിമിലർ ആയിട്ടുള്ള കണ്ടീഷനാണ്. വിൻഡ് വരുന്നു, ഇതൊരു ഒറ്റ സ്ട്രക്ചറായിരുന്നു, ഇങ്ങനെ നിന്നിരുന്ന പാറയായിരുന്നു കേട്ടോ, ഇങ്ങനെ നിന്നിരുന്ന പാറയായിരുന്നു വിചാരിച്ചോ. പക്ഷേ ഈ പാറയിൽ ഈ മഷ്റൂം പോലെ ഇപ്പോൾ അവശേഷിച്ച് നിൽക്കുന്ന ഇത്രയും ഏരിയ ഹാർഡ് റോക്കാണ്, മിനറൽ വേറെയാണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്ന റോക്ക് എന്ന് പറയുന്നത് സോഫ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ കാറ്റടിച്ച് 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 ഇറോഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റർ ആയിട്ടുള്ള പുറത്തുള്ള മെറ്റീരിയൽസ് പതുക്കെ 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 റോഡ് ചെയ്ത് പോയി അവശേഷിക്കുന്ന ഒരു നിർമ്മിതി ഈ ഒരു മഷ്റൂമിൻ്റെ പോലുള്ള ഷേപ്പിൽ കണ്ടതുകൊണ്ട് ഈ ലാൻഡ് ഫോമിനെ, ഈ ഒരു ഭൂരൂപത്തെ വിളിച്ച പേരാണ് മഷ്റൂം റോക്ക് അല്ലെങ്കിൽ പെഡസ്റ്റൽ റോക്ക് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ പരിപാടിയാണ്, സിമ്പിൾ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. സോ മഷ്റൂം, ടേബിൾ ഓർ പെഡസ്റ്റൽ റോക്സ് ആർ നാച്ചുറലി ഒക്കറിംഗ് റോക്സ് വിത്ത് എ മഷ്റൂം ലൈക്ക് ഷേപ്പ് ഫോംഡ് ബൈ ഇറോഷൻ ദാറ്റ് വെയേഴ്സ് ഡൗൺ ദി ബേസ് മോർ ദാൻ ദി ടോപ്പ്. ടോപ്പിനേക്കാൾ കൂടുതൽ ബേസിനെ കൂടുതൽ ഇറോഡ് ചെയ്ത് ഉണ്ടാകുന്ന ഭൂരൂപം, ഉണ്ടാകുന്ന ഒരു ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തി കൊടുത്ത പേരാണ് എന്താ പറയുക, മഷ്റൂം റോക്സ് എന്ന് പറയുക. എവിടെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും ഏരിഡ് സെമി ഏരിഡ് റീജിയനുകളിൽ തന്നെയാണ്, കൂടുതലും ഏരിഡ് റീജിയൻസിലാണ് കാണുക. അതായത് ദേ ആർ ടിപ്പിക്കലി ഫൗണ്ട് ഇൻ ഡെസേർട്ട് ഏരിയാസ്. ഏരിഡ് റീജിയൻ, ARID, വരണ്ട മേഖലകൾ. വരണ്ട മേഖലകളാണ് ഏരിഡ് റീജിയൻ എന്ന് പറയുക. അപ്പോൾ ഇവനും അത് തന്നെ വരണ്ട മേഖലകൾ തന്നെയാണ്, ഡെസേർട്ടുകളിൽ തന്നെയാണ് കാണുന്നത്. വെർ വിൻഡ് ബ്ലോൺ സാൻഡ് അബ്രേറ്റ്സ് the lower part of an outcrop faster than the upper part, creating a pedestal effect. Running water can also cause similar erosional pattern. Yes, ശരിയാണ്. ഇതിന്
ഒരു നദി ഒഴുകുന്നിടത്തും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക റോക്സിൻ്റെ ഫോർമേഷൻ പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വിൻഡ് വന്ന് വീശിയിട്ട് ലൂസായിട്ടുള്ള മെറ്റീരിയൽ പോയ കാര്യമല്ലേ. അതിന് പകരം ഇവിടെ നദി വന്ന് ജലം കൊണ്ടുവന്ന് നദിയുടെ ജലത്തിൻ്റെ പ്രഷർ കാരണം ഇതേ ലൂസ് മെറ്റീരിയൽസ് ഇവിടെ നിന്ന് റോഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റോഡ് ചെയ്ത് പോകുകയാണെങ്കിൽ നദിക്കും ഇത്തരത്തിലുള്ള ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. മണ്ണിൻ്റെ മാത്രമല്ല. പക്ഷേ ഇവിടെ നമ്മൾ മഷ്റൂംസ് പൊതുവേ പറയുന്നത് മണ്ണിൻ്റെ ഒരു ഇറോഷണൽ ഫീച്ചറായിട്ട് പറയും. നദിക്ക് ഒട്ടനവധി മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ പറയുന്നതാണ്. ഓക്കെ, ശരി. ഇനിയുള്ളത് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സാണ്. പൊതുവേ അങ്ങനെ അധികം ഒന്നും പറയാനില്ല. ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഡ്യൂൺസ്, ലോസ്, റിപ്പിൾ മാർക്സ് ഒക്കെ തന്നെയാണ്. മണ്ണിൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ കാറ്റിൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. കാറ്റ് എന്തോരം ഡെപ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യുക? കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാറ്റിൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സാൻഡ് ഡ്യൂൺസ്, മണൽ കൂനകൾ എന്ന രീതിയിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ മരുഭൂമികളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ചിത്രം മണൽ കൂനകളുടെയാണ് അല്ലേ. മണലിങ്ങനെ കൂന കൂട്ടി ട്രയാങ്കിൾ ഷേപ്പിലിട്ടിരിക്കുന്നതിനെ ആണ് നമ്മൾ ആദ്യം മരുഭൂമിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലോടി വരും. അതാര് കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണ്? കാറ്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണ്, ശരിയല്ലേ? അത് കാറ്റ് എവിടെ നിന്നോ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന മണലിനെ ഡെപ്പോസിറ്റ് ചെയ്ത് നിർമ്മിച്ച കൂനകളാണ് മണൽ കൂനകൾ. അപ്പോൾ സാൻഡ് നിർമ്മിച്ചൊരു ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ് ആര്? സാൻഡ് ഡ്യൂൺസ്. ആ സാൻഡ് ഡ്യൂൺസിൽ തന്നെ പല പേരിൽ നമുക്ക് സാൻഡ് ഡ്യൂൺസിൻ്റെ തന്നെ ഷേപ്പുകൾ പലതുണ്ട്. അപ്പോൾ ആ പല ഷേപ്പിലുള്ള ഡ്യൂണുകളെ പല പേരുകളിലാണ് അറിയപ്പെടുക. ബർച്ചൻസ്, സീഫ്, അതുപോലെ പാരബോളിക് ഡ്യൂൺസ്, ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, പിന്നെന്താ പറയുക ഡ്യൂൺസ്, ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടും. നമുക്ക് അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ ബർച്ചൻസ് ഇവിടെ കാണാം. ഇതിലാദ്യം കാണുന്നതാണ് ബർച്ചൻ്റേതായ ഫിഗർ. ദിസ് ഇസ് ബർച്ചൻ അല്ലെങ്കിൽ ബർക്കൻസ് എന്നും പറയാം. ബർക്കൻ എന്ന് പറഞ്ഞാൽ ക്രസൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള, ക്രസൻറ്റ് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ എന്ന രീതിയിൽ ഫോം ചെയ്യുന്ന എന്താ പറയുക സാൻഡ് ഡ്യൂണുകളെ വിളിക്കുന്ന പേരാണ് ബർച്ചൻസ്. സീഫ് കുറച്ചുകൂടി ആ ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പ് വരാതെ കുറച്ചുകൂടി എലോങ്ങേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവനാണ് സീഫ്. പാരാബോളിക് എന്ന് പറഞ്ഞാൽ ഈ ബർച്ചൻസിനെ വീണ്ടും എടുത്ത് വളച്ചു വെച്ച് കഴിഞ്ഞ് കൂടുതൽ വളച്ചു കഴിയുമ്പോൾ പാരാബോളിക് ആകൃതിയിൽ എന്ന രീതിയിൽ ഫോം ചെയ്യുന്നവനാണ് പാരാബോളിക് ഡ്യൂൺസ് എന്ന് പറയുന്നത്. മാത്രമല്ല അവൻ ബർച്ചൻസിനേക്കാൾ നാരോ ആയിരിക്കും, വീതി കുറവായിരിക്കും. ആർക്ക്? പാരാബോളിക് ഡ്യൂൺസിന്. ഇനി ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വീശുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട്, കാറ്റ് ഇങ്ങോട്ടാണ് വീശുന്നതെങ്കിൽ ആ കാറ്റ് വീശുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് മണ്ണ് നിക്ഷേപിക്കപ്പെടുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ്. അപ്പോൾ ഈ ഡ്യൂണിനെ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് ഡ്യൂണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺ എന്തായിരിക്കും? കാറ്റ് വീശുന്ന അതേ ദിശയിൽ എന്ന രീതിയിൽ ഫോം ചെയ്യുന്ന ഡ്യൂണുകളെ വിളിക്കുന്ന പേരാണ് കാറ്റിങ്ങനെ വീശുന്നു. കാറ്റ് വീശുന്ന അതേ ദിശയിൽ ഫോം ചെയ്യുന്ന ഡ്യൂണുകളെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബർച്ചൻസ് ക്രസൻറ്റ് ഷേപ്പിലുള്ള ഡ്യൂണുകൾ, സീഫ് കുറച്ചുകൂടി നീളമുള്ള ഡ്യൂണുകളാണ്. പാരാബോളിക് ഡ്യൂൺസ് എന്ന് പറയുമ്പോൾ ബർച്ചൻസിനെ കുറച്ചുകൂടി വളച്ചു വെച്ചതുപോലെ പാരാബോൾ എന്ന ആകൃതിയുള്ള കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള ഡ്യൂണുകളാണ്. ട്രാൻസ്വേഴ്സ് ഡ്യൂൺ എന്ന് പറയുമ്പോൾ കാറ്റ് പോകുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് എന്ന രീതിയിൽ ഫോം ചെയ്യുന്ന നീളത്തിനുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഡ്യൂണുകളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺ എന്ന് പറയുമ്പോൾ സിമിലർ തന്നെയാണ്, പക്ഷേ കാറ്റ് വീശുന്നതിന് പെർപെൻഡിക്കുലർ അല്ല, പകരം കാറ്റ് വീശുന്നതിന് പാരലലായിട്ട് ഉണ്ടാകുന്നവനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോരുത്തന്മാരുടെ പേര് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താ തന്നിരിക്കുന്നത് കൂടി ഞാൻ ഇപ്പുറത്ത് നിൽക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ബർച്ചൻസ് ക്രസൻറ്റ് ഷേപ്ഡ് ഡ്യൂൺസ് വിത്ത് എ ജെൻറ്റിൽ വിൻഡ്വേർഡ് സൈഡ് ആൻഡ് എ സ്റ്റീപ്പർ ലീവേർഡ് സൈഡ്. വളരെ ജെൻറ്റിലായിട്ടുള്ള, കാറ്റ് വീശുന്നിടത്ത് വളരെ ചെറിയ ചരിവും കാറ്റ് വീശാത്തിടത്ത് ഉയർന്ന ചരിവുമായി നിൽക്കുന്ന ഇതാണ് വിൻഡ്വേർഡ് സൈഡ് കേട്ടോ. കാറ്റ് വീശുന്ന സൈഡ് ഇതാണ്, അതാണ് ജെൻറ്റിൽ സ്ലോപ്പാണ് ദി വിൻഡ്വേർഡ് സൈഡ്. കാറ്റ് വീശാണ് ഈ ഭാഗത്ത്, കാറ്റ് വീശാത്ത സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇച്ചിരി സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പുമാണ് കാണാൻ പറ്റും. ദീസ് സ്ട്രക്ചേഴ്സ് ഇതിപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ നോക്കുന്നതാണ്. ഇത് ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഷേപ്പിലായിരിക്കും നിൽക്കുക? ഒരു ക്രസൻറ്റ് ഷേപ്പിലായിരിക്കും നിൽക്കുക, ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും കാറ്റ് വീശുന്നത്. ഈ ഭാഗത്ത് സ്റ്റീപ്പ് സ്ലോപ്പും ഈ ഭാഗത്ത് ജെൻറ്റിൽ സ്ലോപ്പും വരെയും കാണാൻ പറ്റുക. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ബർച്ചൻസ്. ഇനി എന്താ സീഫ്? ലോങ് നാരോ ആൻഡ് പാരലൽ റിഡ്ജസ് ഓഫ് സാൻഡ് ദാറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ഫോർ മൈൽസ് വിത്ത് ദർ ഓറിയൻറ്റേഷൻ അലോങ് വിത്ത് ദി പ്രിവെയിലിംഗ് വിൻഡ്. പ്രിവെയിലിംഗ് വിൻഡിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെ കാണുന്ന ചെറിയ നാരോ ആയിട്ടുള്ള വളരെ ലെങ്ത്തുള്ള ഡെപ്പോസിഷൻസിനെ വിളിക്കുന്ന പേരാണ് സീഫുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പാരാബോളിക് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ യു ഷേപ്ഡ് ഡ്യൂൺസ് ദാറ്റ് ആർ ലോങ്ങർ ആൻഡ് നാരോവർ ദാൻ ബർച്ചൻസ്. ബർച്ചൻസിനേക്കാൾ ലോങ്ങറും ബർച്ചൻസിനേക്കാൾ നാരോവറുമായിരിക്കുന്ന, അതിങ്ങനെ വരും. ബർച്ചൻസിനേക്കാൾ ലോങ്ങറും നാരോവറുമായിരിക്കുന്ന ഡ്യൂൺസിനെയാണ്, ഡെപ്പോസിറ്റ്സിനെയാണ് പാരാബോളിക് ഡ്യൂൺസ് എന്ന് വിളിക്കുക.
ട്രാൻസ്വേഴ്സ് ഡ്യൂണ് അസിമെട്രിക്കൽ ഡ്യൂൺസ് ദാറ്റ് ഫോം പെർപെൻഡിക്കുലർ ടു ദ വിൻഡ് ഡിറക്ഷൻ. വിൻഡ് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡ്യൂൺസ് നമ്മൾ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡിനൽ ലോങ് നാരോ റിഡ്ജസ് ഓഫ് സാൻഡ് ദാറ്റ് ഫോം പാരലൽ ടു ദി പ്രിവൈലിംഗ് വിൻഡ്സ്. പ്രിവൈലിംഗ് വിൻഡ്സിനെ പാരലായിട്ട് ഫോം ചെയ്യുന്നവനെന്ന രീതിയിൽ മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മുടെ സാൻഡ് അല്ലെങ്കിൽ വിൻഡിൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആയിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ഞാൻ വീണ്ടും അടുത്തതിലേക്ക് പോകുന്നില്ല, അടുത്ത 2 സാധനങ്ങളും കൂടിയുണ്ട്, ഗ്ലേഷ്യറും അതിൽ ഓഷ്യൻസും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരുമിച്ച് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കണ്ട. രണ്ടിനും വിധം പോണെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചതെന്നുള്ളതൊന്ന് സമപ്പ് ചെയ്തേ. നമ്മൾ ഇന്ന് പഠിച്ചത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഇറോഷണൽ ഏജൻറ്റ് അല്ലെങ്കിൽ ലാൻഡ് ഫോം മേക്കിംഗ് ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ സിങ്ക് ഹോൾ പഠിച്ചു, സ്വാളോ ഹോൾസ് പഠിച്ചു, അതുപോലെ ലേപ്പീസ് പഠിച്ചു, പേയ്മെൻറ്റ് ലൈംസ്റ്റോൺ പേയ്മെൻറ്റുകളെ പറ്റി പഠിച്ചു, കേവ്സിനെ പറ്റി പഠിച്ചു, ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റാലക്ടൈറ്റുകളെയും സ്റ്റാലഗ്മൈറ്റുകളെയും പില്ലേഴ്സിനെയും ഒക്കെ പറ്റി പഠിച്ചിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ പോയത് വിൻഡ് എന്ന് പറയുന്ന ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സിലേക്കാണ്. ഇറോഷണൽ എന്ന് പറയുമ്പോൾ മണ്ണുണ്ടാക്കുന്ന ഇറോഷൻ കാരണം പെഡിപ്ലെയിൻസ്, പെഡിമെൻറ്റ്സ്, അതുപോലെ ഇൻസെൽബർഗ് അല്ലെങ്കിൽ മൊഡാൻ നോക്സ് എന്ന് വിളിക്കുന്ന സംവിധാനം, ഡിഫ്ലേഷൻ ഹോളോസ്, കേവ്സ് എന്നിവയെ നമ്മൾ പഠിക്കുകയും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആയിട്ട് പറഞ്ഞപ്പോൾ പൊതുവേ ഉള്ളത് എന്താണ്? ഡ്യൂൺസ് ആണ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, ഡ്യൂൺസ് എന്നല്ലാതെ വേറൊരു സാധനം കൂടി ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? റിപ്പിൾ മാർക്സ്. അപ്പോൾ ആരാണ് റിപ്പിൾ മാർക്സ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, മരുഭൂമികളിൽ, ഇപ്പം ദുബായിലൊക്കെ മരുഭൂമികളിലേക്കുള്ള ഈ മണൽക്കൂനകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മണൽക്കൂനകൾക്ക് പുറത്തുകൂടി ചെറിയ എന്താ പറയുക, ഇങ്ങനെ ഒരു ചെറിയൊരു വരമ്പ് വെച്ചിരിക്കുന്നത് പോലെ ചെറിയ രീതിയിൽ മണ്ണിൻ്റെ ഒരു സർഫസിലൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ണിലിങ്ങനെ ഒരു വേവി പാറ്റേൺ നിങ്ങൾക്ക് മണ്ണിൻ്റെ സർഫസിൽ കാണാൻ പറ്റുമല്ലോ. വേവ് വരച്ചിട്ടേക്കുന്ന പോലെ ഇങ്ങനെ മണ്ണ് സാധനമാണ് നമ്മൾ റിപ്പിൾ മാർക്സ് എന്നൊക്കെ രീതിയിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ. അത് മണ്ണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവണമല്ലോ. പിന്നെ നമ്മൾ പഠിച്ചത് ബർച്ചിൻസ്, സീഫ്, പാരാബോളിക് ഡ്യൂൺസ്, അതുപോലെ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്നിവയൊക്കെയാണ്. അതെല്ലാം വിൻഡിൻ്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന പേരിൽ നമ്മൾ പഠിച്ചിരുന്നവയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ പേരുകളൊക്കെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേരുകൾക്ക് നിങ്ങൾ വേറെ ഒന്നും ഇതിനകത്ത് പഠിക്കാൻ നിൽക്കേണ്ട, ഒറ്റ ഡെപ്തിലും പോയി പഠിക്കേണ്ട. ഓരോ പേരും പഠിച്ചിട്ടുണ്ടാവണം. അത് ആര് കാരണം ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ലാൻഡ് ഫോമാണ്? ഡെപ്പോസിഷനിലാണോ ഇറോഷണലാണോ? ഇത് വിൻഡ് ഉണ്ടാക്കുന്നതാണോ? സോയിൽ മീൻസ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്നതാണോ? റണ്ണിങ് വാട്ടർ ഉണ്ടാക്കുന്നവനാണോ? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റണം. ഇത്രയേ വേണ്ടൂ ഇതിനകത്തൊന്നും നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ നമസ്കാരം. താങ്ക്